നമ്മുടെ ഇവിടെ കൂൺ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡാർക്ക് റൂം ഇല്ലായിരുന്നു. ഈ ഒരു റൂമിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുള്ളൂ. അതുപോലെ തന്നെ ബെഡ് വെക്കണമെങ്കിൽ നമുക്ക് ഡാർക്ക് റൂം ഉണ്ടായേ പറ്റൂ. 15 ദിവസം ബെഡ് വെക്കണമെങ്കിൽ നമുക്ക് ഡാർക്ക് റൂം ഉണ്ടായേ പറ്റൂ. നമ്മളിവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ടാക്കിയെടുത്തത്. അതും വലിയ ചിലവില്ല. നമുക്ക് ആയത് 60 രൂപയാണ്. ഞാൻ ഈ ചെയ്തതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു PVC പൈപ്പിൻ്റെ സഹായത്തോടെ താഴെയും മേളിലും നമ്മളിങ്ങനെ കൊള്ളിച്ച് വെച്ചേക്കുവാണ്. ഈ ഒരു കിലോ പ്ലാസ്റ്റിക് ഈ പൈപ്പിൻ്റെ ഇടയിൽ കൂടെ കയറ്റിയിട്ട് അവിടെ നമ്മളിങ്ങനെ ഒരു പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഞെക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ട് ആ ഒരു ബലത്തിൽ ഈ ഒരു ഐറ്റം ഇരുന്നോളും. അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതേപോലെയാണ് ചെയ്തേക്കുന്നത്. ഒരു PVC പൈപ്പിൻ്റെ സഹായത്തോടെ 2 സൈഡും മേളിലും താഴെ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഊരി മാറ്റാൻ പറ്റും. ഇത് ഏത് റൂമിലും ഇങ്ങനെ തന്നെ ചെയ്യാം. കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്കൊരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ കുറച്ചുകൂടെ അപ്ഡേഷൻ വരുത്തി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ആക്സസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും.